നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മഞ്ജുഷ തന്റെ ശക്തമായ വാദമുഖങ്ങൾ ഹൈക്കോടതിയിൽ ഉയർത്തിയിരിക്കുന്നു. ഇതുവരെ സർക്കാരിനെയോ CPM-നെയോ നേരിട്ട് വിമർശിക്കാത്ത മഞ്ജുഷ പക്ഷേ ഹർജിയിൽ വ്യക്തമായി MV ഗോവിന്ദന്റെയും PK ശ്യാമളയുടെയും പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അത് മാത്രമല്ല, നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ഇതിനു പിന്നിൽ മറ്റെന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നവർ ഉറപ്പിച്ചു പറയുന്നു. ഇത് മാത്രമല്ല, സർക്കാരിന്റെ അന്വേഷണം അത് ഒട്ടും ഞങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് അവർ അവരുടെ വാക്കുകളിലൂടെ തന്നെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഹൈക്കോടതിക്ക് മുന്നിൽ. അപ്പോൾ ശക്തമായ ഒരു പോരാട്ടം ഇവർക്കെല്ലാവർക്കുമെതിരെ മഞ്ജുഷ തുടങ്ങി വെച്ചു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? ഇന്നലെ ഹൈക്കോടതിയിൽ മുഴങ്ങിക്കേട്ടത് ഒരു അത്ഭുതവാദമാണ്. ഹൈക്കോടതി പൂർണ്ണ നിശബ്ദതയിലായി. നീതിക്ക് വേണ്ടിയുള്ള ഒരു ഇടിമുഴക്കമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ മുഴങ്ങിയത്. നവീൻ ബാബുവിന്റെ ആത്മാവ് ഒരു പക്ഷേ ഹൈക്കോടതിയോട് യാചിക്കുന്നതാവാം, തന്റെ കേസ് CBI അന്വേഷിക്കണമെന്ന്. സമാനമായിരുന്നു ഇന്നലത്തെ വാദമുഖങ്ങൾ. എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമാണ് എന്നക്കമിട്ട് നിരത്തുന്നതിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഇന്നലെ പൂർണ്ണമായി വിജയിച്ചു. എവിടെയാണ് അന്വേഷണ സംഘത്തിന്റെ പാളിച്ചകളെന്ന് അക്കമിട്ട് നിരത്തി കോടതിയെ ബോധ്യപ്പെടുത്തി. മറുവശത്ത് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും വൈരുദ്ധ്യങ്ങൾ ഓരോന്നായി കോടതിക്ക് മുന്നിൽ എടുത്തുകാട്ടി. എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നവർ കോടതിയെ ഇന്നലെ ബോധ്യപ്പെടുത്തി. ഈ ഹർജിയുമായി മഞ്ജുഷ ആദ്യം ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതി പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല കൊലപാതകമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന്? അതിന് തെളിവുകളുണ്ടോ നിങ്ങളുടെ പക്കൽ? കോടതിയുടെ ചോദ്യം അന്ന് നെഞ്ചിലേറ്റ ഒരു പ്രഹരം പോലെ നമുക്ക് തോന്നി. പക്ഷേ ആ പ്രഹരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മഞ്ജുഷയെ, ആ പ്രഹരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തെ, അവരുടെ അഭിഭാഷകനെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നമ്മൾ കാണുന്നത്. നവീൻ ബാബുവിന്റെ മൃതദേഹത്തിന്റെ പ്രത്യേകതകൾ പോലും, ആ മൃതദേഹത്തിൽ കണ്ട ഒരു കൊലപാതക സൂചനകൾ, തെളിവുകൾ അക്കമിട്ട് കോടതിയെ ഇന്നലെ ബോധ്യപ്പെടുത്തിയ അഭിഭാഷകൻ എന്തുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമെന്ന് തങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം? അതിന് തെളിവുകൾ നിരവധിയുണ്ട്. നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിലെ രക്തക്കറയുടെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളായിരുന്നു ഏറെ. നവീൻ ബാബു തൂങ്ങി മരിച്ചതാണ് എങ്കിൽ എന്തുകൊണ്ട് കഴുത്തിന്റെ പിൻഭാഗത്തെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല? എന്തുകൊണ്ട് നവീൻ ബാബുവിന്റെ ആന്തരിക സ്രവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല? സാധാരണഗതിയിൽ തൂങ്ങി നിൽക്കുന്ന ഒരാൾ മരവിക്കുന്നതിന് മുൻപ് ഈ ആന്തരിക രക്തസ്രവം, ആന്തരിക ശുക്ലം, മലമൂത്ര വിസർജനം, ഇത്തരം മനുഷ്യ വിസർജനങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇത്തരം സൂചനകളൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. നവീൻ ബാബുവിന്റെ പിൻഭാഗത്ത് കട്ട പിടിക്കാത്ത രക്തക്കറ ഉണ്ടായിരുന്നു എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. എന്തുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നില്ല? അങ്ങനെ കട്ട പിടിക്കാത്ത രക്തക്കറ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തി. നവീൻ ബാബുവിനെ കൊന്ന് നിലത്തിട്ട് വളരെ കുറച്ചു സമയം മാത്രമേ കെട്ടിത്തൂക്കിയിട്ടുള്ളൂ. അത്തരം സാഹചര്യത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കും. ആന്തരിക ക്ഷതങ്ങളെക്കുറിച്ച്, ആന്തരിക അവയവങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ദുരൂഹ മരണമായതുകൊണ്ട് ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം. അതിനുവേണ്ടി ആന്തരിക അവയവങ്ങളൊന്നും അവർ സൂക്ഷിച്ചിട്ടില്ല. ഇത് അത്യന്തം സംശയാസ്പദമാണ്. പോസ്റ്റ്മോർട്ടത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന നിലയിലാണ് ഇന്നലെ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഈ പോസ്റ്റ്മോർട്ടം ഒരു അട്ടിമറിയാണ് എന്നവർ പറയാതെ പറഞ്ഞു. പിന്നീട് PP ദിവ്യയിലേക്കും പ്രതികളിലേക്കും വരുമ്പോൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനം വ്യക്തമായി കോടതിയെ ബോധ്യപ്പെടുത്താനാണ് MV ഗോവിന്ദന്റെ പേര് അവർ കോടതിയിൽ പരാമർശിച്ചത്. ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള PP ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിന് പുറത്ത് ചെന്ന കാര്യം എടുത്തു പറഞ്ഞത്. അത്തരം നിരവധി തെളിവുകളാണ് ഇന്നലെ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതി മുറിക്കുള്ളിൽ ഉന്നയിച്ചത്. ഈ തെളിവുകളൊന്നും അത്ര നിസ്സാരമല്ല. എന്തുകൊണ്ട് നവീൻ ബാബുവിന്റെ ഓരോ നീക്കങ്ങളും പൂർണ്ണമായി അവർ പരിശോധിച്ചില്ല? എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങൾ വ്യക്തമായി പരിശോധിച്ചില്ല? എന്തുകൊണ്ട് കളക്ടർ ഒരു മൊഴി നൽകി എങ്കിൽ കളക്ടറുമായി നവീൻ ബാബു കൂടിക്കാഴ്ച നടത്തിയോ എന്ന് കളക്ടറേറ്റിലെ CCTV ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചില്ല? ഓരോ ചോദ്യവും സർക്കാർ അഭിഭാഷകന്റെ നെഞ്ചിൽ ചെന്ന് തറയ്ക്കുന്നതായിരുന്നു. അതിന് കിടന്നുരുളുകയാണ് ചെയ്തത് സർക്കാർ അഭിഭാഷകൻ. അദ്ദേഹം പറഞ്ഞു,
നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ അക്കാര്യം ഞങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിൽ ഈ അന്വേഷണം കൂടുതൽ മികച്ചതാക്കാം. ഈ അന്വേഷണത്തിലെ പാളിച്ചകൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അത് പരിഹരിക്കാം. ഇതെന്താ മറ്റെന്തെങ്കിലും ഒരു നിർമ്മാണ പദ്ധതിയാണ്? എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരിഹരിക്കാൻ, അതും അഫക്റ്റഡ് പാർട്ടി ഇതൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ. അപ്പോൾ സർക്കാർ അഭിഭാഷകന്റെ വാദത്തിൽ തങ്ങളുടെ ഭാഗത്ത് തങ്ങളുടെ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ അപാകതകൾ ഉണ്ടായി എന്ന് അദ്ദേഹം സ്വയം അറിയാതെ സമ്മതിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ മഞ്ജുഷയുടെ അഭിഭാഷകന് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കറിയാം, കോടതി ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് CBI അന്വേഷണം ഈ കേസിൽ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിനു മുൻപ് ഉയർത്തിയിരുന്നത്. അന്നപ്പോൾ കേരളം ഒന്ന് ഞെട്ടിപ്പോയി, എന്താണ് കോടതി പോലും ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത് എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം അത് എന്തിനു വേണ്ടിയാണ് തങ്ങൾ CBI അന്വേഷണം വേണം എന്ന് പറയാൻ കാരണം എന്നുള്ളത് വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ മഞ്ജുഷയ്ക്ക് കഴിഞ്ഞില്ലേ? കൃത്യമായിട്ട്. കാരണം കഴിഞ്ഞ തവണ ഈ കോടതി കേസ് ഹർജി പരിഗണിച്ചപ്പോൾ കോടതിയുടെ ചോദ്യം വ്യക്തമായിരുന്നു. അന്ന് മുൻപ് ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്ന CBIയുടെ നിലപാട് ചോദിച്ചു. സർക്കാരിനോടും CBI അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിലപാട് തേടിയിരുന്നു. സർക്കാർ ഒരു കാരണവശാലും CBI അന്വേഷണം ഈ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ വേണ്ട എന്ന നിലപാടെടുത്തു. അത് കോടതി അറിയിച്ചു. അതിനുവേണ്ടി അന്വേഷണ സംഘത്തിന് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. CBIയോട് നിലപാട് ആരാഞ്ഞപ്പോൾ CBI പറഞ്ഞു ഞങ്ങൾ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന്. അപ്പോൾ കോടതി കുറച്ച് വിശദാംശങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിന് നൽകി. കോടതി പറഞ്ഞത് അന്വേഷണത്തിന് തയ്യാറാണോ എന്നതല്ല, CBI അന്വേഷണം അനിവാര്യമാണോ എന്നതാണ് ഇവിടുത്തെ പ്രസക്ത കാര്യമെന്നത്. ഇപ്പോഴിതാ CBI അന്വേഷണം അനിവാര്യമാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു മഞ്ജുഷയുടെ അഭിഭാഷകൻ. അതിനുവേണ്ടിയാണ് നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല കൊലപാതകമെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പോലും. നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ച് പോയിന്റുകൾ മാത്രമാണ്, നിരവധി പോയിന്റുകളാണ് ഇന്നലെ കോടതി മുറിക്കുള്ളിൽ മുഴങ്ങിക്കേട്ടത്. ശക്തമായ വാദം. കോടതി മുറിയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ പറയുന്നത് ഇത്ര ശക്തമായ വാദം ഹൈക്കോടതിയിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിക്കുന്ന ആ രീതി ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മറ്റൊരു വകഭേദമായിരുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ മുഴങ്ങിക്കേട്ടത്. അത് കൊണ്ട് തന്നെ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യമായി എന്ന് പരക്കെ കേരളം വിശ്വസിക്കുന്നു. ഇപ്പോൾ മറ്റ് ചില സംഭവങ്ങൾ കൂടി ഇന്നലെ നമ്മൾ ചേർത്ത് വായിക്കണം. ഇന്നലെ ഹൈക്കോടതി ഏറ്റവും പ്രമാദമായ ഒരു കേസ്, നവീൻ ബാബുവിന്റെ കേസ് വാദത്തിനെടുക്കുന്നു. രാവിലെ മുതൽ നിരവധി ആളുകൾ, എന്നെ വ്യക്തിപരമായി തന്നെ വിളിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചു കോടതിയിലെ എന്താണ് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്സ് എന്ന്. കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം ഇന്നലെ കൊടുത്തില്ല. ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതിനു മുന്നിൽ ഒരു ലോബി പ്രവർത്തിച്ചിരുന്നുവെന്നാണ്. ചാനലുകളിലെ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ഒരു ഹൈപ്പിലേക്ക് വാർത്ത വരാതിരിക്കാൻ. അപ്പോൾ നവീൻ ബാബുവിന്റെ മരണം വലിയ വാർത്താ പ്രാധാന്യം നേടിയാൽ, മാധ്യമങ്ങൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ CBI അന്വേഷണം വരുമോ എന്ന് ഭയപ്പെടുന്ന ഒരു ലോബി CPMനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് മാധ്യമ ലോകവുമായി ബന്ധമുണ്ട്, അവർക്ക് പോലീസ് സംവിധാനത്തിൽ ബന്ധമുണ്ട്. അവരുടെ നോമിനികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലുള്ളത്. അന്വേഷണ സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് കൃത്യമായി ഇന്നലെ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതി മുറിക്കുള്ളിൽ പറഞ്ഞു. ആദ്യം ഈ കേസ് അന്വേഷിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തെ നയിക്കുന്നത്. 2 or 3 ഉദ്യോഗസ്ഥരെ കൂടി ഈ സംഘത്തിലേക്ക് ചേർത്തു എന്ന് വരുത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നൊരു നടപടി മാത്രമാണ് സർക്കാർ സ്വീകരിച്ചത്. അതല്ലാതെ കാര്യമാത്ര പ്രസക്തമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ മുതൽ കേൾക്കുന്നതാണ് ഈ ഹർജിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ഓരോന്നും. മറ്റു ചില കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. 2 മണിക്കൂറിലധികം ഒരു ശരീരം തൂങ്ങിക്കിടന്നാൽ, പ്രത്യേകിച്ച് വെളുത്ത ശരീരപ്രകൃതിയ നവീൻ ബാബുവിൻ്റെത്, അങ്ങനെയെങ്കിൽ ഈ വിരലിന്റെ അറ്റത്ത്, കാലുകളുടെ അറ്റത്ത് ഒരുതരം പിങ്ക് നിറം ഈ രക്തം കട്ട പിടിച്ചു വരും. അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പറയുന്നത് ഈ മരണസമയം വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കും ഇടയിൽ എന്നാണ്. ബോഡി താഴെ ഇറക്കുന്നത് 7 മണിക്ക് ശേഷമാണ്, 7 മണിയോടെയാണ്. നേരത്തെ ഈ ദൃശ്യം ഡ്രൈവർ കണ്ടുവെങ്കിലും ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ തൊട്ടടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു ചേർത്ത് ഗൺമാനെ വരെ വരുത്തി ഏകദേശം 45 മിനിറ്റിന് ശേഷമാണ് ഈ ക്വാർട്ടേഴ്സിനകത്തേക്ക് കയറിയത്. ഷംസുദ്ദീനെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല, അക്കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ശരീരപ്രകൃതി പോലും ഒരിക്കലും ഒരു തൂങ്ങിമരണം വെളിപ്പെടുത്തുന്നതല്ല. മറ്റു ചില കാര്യങ്ങൾ, ഈ കയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അഴയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന വളരെ നേരിയ ഒരു കയറാണ്.
അത് വെച്ചിട്ട് ഒരു കാരണവശാലും ഒരാൾക്ക് തൂങ്ങി 55 കിലോയിൽ കൂടുതലുള്ള നവീൻ ബാബുവിനെ പോലെ ഒരാൾ തൂങ്ങി മരിക്കില്ല, കയറ് പൊട്ടി വീഴും. മറ്റൊന്ന്, നവീൻ ബാബുവിന്റെ പൊക്കവും ഈ റൂഫിന്റെ ഉയരവും ഒക്കെ പറഞ്ഞ് എങ്ങനെ തൂങ്ങി മരിക്കാൻ കയറി, ഇക്കാര്യങ്ങളിൽ വ്യക്തതയില്ല. നിരവധി സംശയങ്ങളാണ് ഇന്നലെ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിക്ക് മുൻപാകെ ചോദിച്ചത്. ഇതിനൊന്നും സർക്കാർ അഭിഭാഷകന് ഉത്തരമില്ലായിരുന്നു എന്നതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നവീൻ ബാബുവിന്റെ ആത്മാവ് ഒരുപക്ഷെ നീതിക്ക് വേണ്ടി ഇന്നലെ ഹൈക്കോടതിയിൽ മുഴങ്ങിയ ശബ്ദം തന്നെയാവും നമ്മൾ കേട്ടത്. പ്രധാനപ്പെട്ടത് ഇതുവരെ CPM-ന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഈ കേസിൽ അടുപ്പിക്കാതെ നിർത്തിയിട്ടുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഷംസുദ്ദീൻ ഡ്രൈവർ, മറ്റൊന്ന് കളക്ടർ, പിന്നീട് പ്രശാന്തൻ. CBI അന്വേഷണം വരുമ്പോൾ ഇവരൊക്കെ ഇതിലേക്ക് വന്നു ചേരില്ല. അവർ മാത്രമല്ല, പ്രശാന്തന്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ബിനാമികൾ ഓരോന്നും ഈ കേസിൽ അടപടലം പെടും. ഇപ്പോഴിതാ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഒരു സത്യവാങ്മൂലം കണ്ണൂർ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നു, അരുൺ കെ വിജയൻ. അദ്ദേഹം പറയുന്നത് തന്റെ മൊബൈൽ ഫോണിലെ വിശദാംശങ്ങൾ കോടതിക്ക് സമർപ്പിക്കാമെന്നാണ്. ഇതെന്തിനാണ് ഈ വിശദാംശങ്ങൾ അങ്ങോട്ട് വലിയ സംഭാവനയായി കൊണ്ടുപോയി സമർപ്പിക്കുന്നത്? ഇതൊക്കെ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധന നടത്തി വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിനില്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിക്കുന്നതിൽ കോടതിയിലെത്തിയ വിഷയം? മഞ്ജുഷ തെളിവുകൾ നഷ്ടപ്പെടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നു. എടുത്തു പറയുന്നു, 1 നവീൻ ബാബുവിന്റെ ഫോണുകൾ, 2 പ്രശാന്തന്റെ ഫോണുകൾ, 3 PP ദിവ്യയുടെ ഫോണുകൾ, ഈ കേസിന്റെ മറ്റ് തലങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ ഫോണുകൾ, CCTV ദൃശ്യങ്ങൾ. ഒരു ഇരയുടെ ഭാര്യയാണ്, നവീൻ ബാബുവിന്റെ ഭാര്യയാണ്. തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആരാണ് മഞ്ജുഷ? നവീൻ ബാബുവിൻ്റെത് ഒരു CPM കുടുംബമാണ് എന്ന് കേരളം പരക്കെ വിശ്വസിക്കുന്നു നേരത്തെ മുതൽ. അപ്പോൾ ഒരു CPM തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ, ഒരു വീട്ടമ്മയുടെ, ഒരു നിരാലംബയായ അമ്മയുടെ കണ്ണീരിനൊട്ടും വില കൊടുക്കുന്നില്ല. അപ്പോൾ അവർ തങ്ങളുടെ പാർട്ടിയെ വിശ്വസിക്കുന്നില്ല, തങ്ങളുടെ സംവിധാനങ്ങളെ വിശ്വസിക്കുന്നില്ല, ഭരണകൂടത്തെ വിശ്വസിക്കുന്നില്ല, അന്വേഷിക്കുന്ന പോലീസ് സംഘത്തെ വിശ്വസിക്കുന്നില്ല. അവർ കോടതിയിൽ ചെന്ന് യാചിക്കുകയാണ് ഈ തെളിവുകൾ നഷ്ടപ്പെടുത്തരുതേ എന്ന്. എത്ര ദയനീയ അവസ്ഥയാണ്! കേസ് തെളിയിക്കുന്നതിനപ്പുറം തെളിവുകൾ സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ ദയനീയാവസ്ഥ. അവിടെയാണ് കളക്ടർ ഔദാര്യം പോലെ ചെന്ന് പറയുന്നത് തന്റെ ഫോണിലെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിക്കാമെന്ന്. ഇതാണോ ഒരു ജനാധിപത്യ ക്രമത്തിലെ നീതി നടപ്പാക്കൽ? ഇതാണോ ഒരു ജനാധിപത്യ ക്രമത്തിലെ പോലീസ്? അപ്പോൾ ഭരണകൂടം തന്നെ കൊലപാതകികൾക്ക് ചൂട്ടുപിടിക്കുന്നു. ഭരണകൂടം കൊലപാതകികളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്നു. മറുവശത്ത് CBI വന്നാൽ തങ്ങളുടെ മാഫിയ സംഘം അപ്പാടെ വീഴും എന്ന ഭയം അവരെ നിരന്തരം വേട്ടയാടുന്നു. ആ ഭയം കൊണ്ടല്ലേ ഈ പാർട്ടി നേതാക്കൾ PP ദിവ്യ ഇപ്പോഴും പൊതിഞ്ഞു പിടിക്കുന്നത്? ദിവ്യയ്ക്കപ്പുറം പല ദിവ്യത്വമുള്ളവരും ഇതിൽ പെടും എന്നതിൽ കേരളത്തിന് കുറച്ച് ബോധ്യമുണ്ട്. അവിടെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണ് എന്ന് കേരളം കൂടുതൽ ശക്തമായി വിശ്വസിക്കുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. കണ്ണൂരിന്റെ ചില പ്രത്യേകതകളുണ്ട്. അവിടെ ചില അതീവ വൈദഗ്ധ്യമുള്ള ഈ കളരി വിദ്വാന്മാരുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. മർമ്മപ്രയോഗം നടത്തുന്നവർ. അവർക്ക് ഈ പുറമേക്ക് ഒരു പരിക്കുമില്ലാതെ ആന്തരിക അവയവങ്ങളിൽ മർദ്ദം ചെലുത്തിയ ആളുകളെ കൊലപ്പെടുത്താൻ കഴിയും. അത്തരം സംശയങ്ങളൊക്കെ ആളുകൾ ഉന്നയിക്കുന്നു. കണ്ണൂരിൽ അങ്ങനെ വൈദഗ്ധ്യം ലഭിച്ച ആളുകളുടെ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ടോ? ഈ മുനീശ്വരൻ കോവിലിന് മുന്നിൽ നിന്ന് നവീൻ ബാബു എങ്ങനെ ആ ക്വാർട്ടേഴ്സിലെത്തി? ആരൊക്കെ അദ്ദേഹത്തെ അനുഗമിച്ചു? മുനീശ്വരൻ കോവിലിന് മുന്നിൽ കാസർഗോഡ് നിന്നൊരു സുഹൃത്ത് വരുമെന്ന ഷംസുദ്ദീൻ ആദ്യം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അയാൾ ആരായിരുന്നു? ഷംസുദ്ദീന്റെ ഓരോ നീക്കവും എന്തുകൊണ്ട് പോലീസ് പരിശോധിച്ചില്ല? എന്തുകൊണ്ട് ഷംസുദ്ദീന്റെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചില്ല? എന്തുകൊണ്ട് കളക്ടറേറ്റിലുള്ള കളക്ടറുടെ ചേംബറിന് പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചില്ല? അപ്പോൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൂടുതൽ അർത്ഥതലങ്ങളുണ്ട്, പ്രഖര സാധ്യതകളുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണ്ട എന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുത്തത്. പ്രശാന്തിനെ പോലും കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കേസ് അതിന്റെ ആരംഭത്തിൽ തന്നെ കുഴിച്ചു മൂടിയാൽ ആ വിവാദങ്ങൾ കൊണ്ടെല്ലാം അവസാനിക്കും എന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കരുതി. എന്നാൽ കോടതിയിൽ അങ്ങനെ അല്ല കാര്യങ്ങൾ. ശരിക്കും മഞ്ജുഷ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോയതിന് പിന്നാലെ തന്നെ അവർക്ക് നേരെ കണ്ണൂർ CPM തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം KK രമയുടെ കാര്യത്തിൽ TP മരിച്ചതിന് ശേഷവും KK രമയെ അവർ അധിക്ഷേപിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അധിക്ഷേപിച്ചതാണ്.
പക്ഷേ മകനെ വരെ കൊലപ്പെടുത്തും എന്ന് ഭീഷണി എത്രയോ തവണ, സൈബർ ഇടത്തിൽ അവരെ വേട്ടയാടിയിട്ടുണ്ട് എത്രയോ തവണ. ഇവിടെ പക്ഷേ മഞ്ജുഷ അവസാന ഘട്ടത്തിലാണ്, ഹർജിയിൽ മാത്രമാണ് MV ഗോവിന്ദന്റെയും അതുപോലെ തന്നെ PK ശ്യാമളയുടെയും പേരുകൾ പരാമർശിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ഇന്നലെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ മാത്രമാണ് ഈ രണ്ട് പേരുകൾ ഉയർന്നു കേൾക്കുന്നത്. ഇതോടുകൂടി വലിയ രീതിയിൽ ഇവർക്ക് നേരെ ഇനിയിപ്പോൾ CPM തിരിയില്ലേ, കണ്ണൂർ CPM? അല്ല, അതിലെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇതേ MV ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ അദ്ദേഹം മരിച്ചതിന് തൊട്ടു പിന്നാലെ എത്തുന്നു. എന്നിട്ട് മഞ്ജുഷയെ അടച്ചിട്ട മുറിയിൽ മഞ്ജുഷയുമായി സംസാരിക്കുന്നു. പുറത്തിറങ്ങി ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്നാണ്. പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം മഞ്ജുഷയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച അതേ MV ഗോവിന്ദൻ ജയിലിൽ നിന്നിറങ്ങുന്ന PP ദിവ്യയെ സ്വീകരിക്കാൻ ഭാര്യ ശ്യാമളയെ വിടുമ്പോൾ അതിന്റെ നെറുകേട് തിരിച്ചറിഞ്ഞു മഞ്ജുഷ. താൻ ചതിക്കപ്പെട്ടുവെന്ന് വ്യക്തമായി മനസ്സിലാക്കി. അതിലപ്പുറം പത്തനംതിട്ടയിലെ താൻ ഏറെ വിശ്വസിച്ച പാർട്ടി നേതാക്കൾ തന്നെ ചതിക്കുകയായിരുന്നു എന്നവർ അപ്പോഴാണ് മനസ്സിലാക്കിയത്. മലയാലപ്പുഴ മോഹന്റെ മലക്കം മറിച്ചിൽ അവിടെ തുടങ്ങുന്നു ചതികളുടെ ഒരു കഥ. പിന്നീട് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പത്തനംതിട്ടയിൽ അന്ന് വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും CPM നേതാവിന്റെ ഒരു ചെറു ശബ്ദം കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് അവരാരും CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല? MV ഗോവിന്ദൻ പറയുന്ന CBI കൂട്ടിലടച്ച തത്തയാണ്. CPMന്റെ നിലപാട് CBI അന്വേഷണത്തിനെതിരാണെന്ന് പറയുന്ന MV ഗോവിന്ദൻ എന്തുകൊണ്ട് മുൻപ് ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസ് CBIയെ പിണറായി വിജയൻ ഏൽപ്പിച്ചപ്പോൾ അതിനെ എതിർത്തില്ല? എന്തുകൊണ്ടന്ന് CPM എതിർത്തില്ല? അപ്പോൾ ഇതിലും ഇരട്ടത്താപ്പ്. മഞ്ജുഷ എല്ലാം തിരിച്ചറിഞ്ഞു. അത് നവീൻ ബാബുവിന്റെ മൃതദേഹം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, മലയാലപ്പുഴയിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ന് കണ്ണൂരിലെ പാർട്ടി നേതാക്കൾ MV ജയരാജൻ നമ്മൾ കണ്ടതാണ്, വലിയ ഒരു സംഘമാണ് അനുഗമിച്ചത്. ഒടുവിൽ പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കൾ വലയം ചെയ്ത് എത്രയും പെട്ടെന്ന് മൃതദേഹം ദഹിപ്പിച്ചു കളഞ്ഞു. അതിൽ കുറ്റബോധമുണ്ട് എന്ന് മഞ്ജുഷ ഇപ്പോൾ പലരോടും പറയുന്നതായിട്ട് നമുക്ക് വാർത്തകൾ വരുന്നു. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ആ മൃതദേഹം കത്തിച്ചു കളഞ്ഞപ്പോൾ വിജയിച്ചു എന്ന് കരുതിയ ആ കൊലപാതക കൂട്ടം തന്നെയാണ് ഇപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്നത്. CBI വരുമോ എന്ന് ഭയന്ന്. CBI എത്തിയാൽ അവർക്ക് മൊബൈൽ ഫോണുകൾ, കോൾ രേഖകൾ, CCTV ദൃശ്യങ്ങൾ, അനുബന്ധ തെളിവുകൾ ഇതൊക്കെ അവർക്ക് പരിശോധിക്കാൻ കഴിയും. പക്ഷെ ഏറ്റവും നിർണായക തെളിവില്ല. നവീൻ ബാബുവിന്റെ ശരീരം ഇന്ന് ബാക്കിയില്ല. ഒരു പിടി ഓർമ്മകൾ മാത്രമേ ഉള്ളൂ നവീൻ ബാബുവിനെ സംബന്ധിച്ച് നമുക്ക്. ബാക്കിയെല്ലാം ദഹിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നവീൻ ബാബുവിന്റെ മൃതദേഹം ദഹിപ്പിക്കരുതേ എന്ന് കരഞ്ഞുകൊണ്ട് കണ്ണൂരിൽ നിന്ന് എത്തിയ ഒരു സ്ത്രീയുടെ വാക്കുകൾ ഇന്ന് അവർ നമ്മളുമായി സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അവരുടെ ആശങ്കകൾ അവർ ഇന്ന് പങ്കുവെച്ചിരുന്നു. നവീൻ ബാബുവിന്റെ ഒരു കൊലപാതകമാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഗുണ്ടകൾ മുനീശ്വരൻ കോവിലിന് മുന്നിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി താൻ കണ്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത്. താൻ അതുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന അട്ടിമറി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മലയാലപ്പുഴയിലേക്ക് പാഞ്ഞു വന്നത്. ആ കുടുംബത്തിലെത്തി പ്രവീൺ ബാബുവിനെ നേരിട്ട് കണ്ട് നിങ്ങൾ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്ന് ആ സ്ത്രീ പറയുന്നു. പിന്നീട് മഞ്ജുഷയോട് താൻ നേരിട്ട് പറഞ്ഞു എന്നാണ് സ്ത്രീ പറയുന്നത്. പിന്നീട് മഞ്ജുഷയെ കാണാൻ മലയാലപ്പുഴയിൽ എത്തി എന്ന സ്ത്രീ പറയുന്നു. വീണ മണി എന്ന ഒരു സ്ത്രീയാണ്, കണ്ണൂരിലെ ഇരിക്കൂർ സ്വദേശിനിയാണ്. അപ്പോൾ മഞ്ജുഷ തന്നോട് പറഞ്ഞു അന്ന് പെട്ടെന്ന് ദഹിപ്പിച്ച് കളഞ്ഞതിൽ വലിയ വിഷമമുണ്ട്, അബദ്ധം പറ്റിപ്പോയി എന്ന്. പക്ഷെ അത് ഒരു ചെറിയ അബദ്ധമായിരുന്നില്ല. എല്ലാ തലത്തിലും മഞ്ജുഷ എന്ന വീട്ടമ്മ കബളിപ്പിക്കപ്പെട്ടു. ഒന്ന്, സ്വന്തം ഭർത്താവിന്റെ മൃതദേഹം അത് ഒരു അട്ടിമറി പോസ്റ്റ്മോർട്ടം നടത്തി നാട്ടിലെത്തിച്ച് ദഹിപ്പിക്കുന്നതിൽ ശത്രുക്കൾ വിജയിച്ചു. പിന്നീട് പാർട്ടി ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ദിവസങ്ങളോളം മിസ്ലീഡ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചു. ആ ദിവസങ്ങളിൽ തെളിവുകൾ അത്രയും നശിപ്പിക്കുന്നതിൽ മറുവിഭാഗം വിജയിച്ചുവെന്ന് പറയാം. പക്ഷേ എല്ലാം തിരിച്ചറിഞ്ഞ മഞ്ജുഷ പിന്നീട് ശാസ്ത്രീയമായ വഴികളിലൂടെയാണ് പോരാട്ടത്തിനിറങ്ങി. ആദ്യം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കണ്ണൂരിനെ സമീപിക്കുന്നു. പിന്നീട് അവർ ഹൈക്കോടതി സമീപിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അവർ നിശബ്ദതയോടെയിരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിനല്ല തന്റെ നീക്കങ്ങൾ എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് കൃത്യമായി ബോധിപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ പൊതു മനസ്സാക്ഷി ഇപ്പോൾ മലയാലപ്പുഴയിൽ ആ വീട്ടമ്മയ്ക്കൊപ്പമാണ്. ആളുകളുടെ പ്രതികരണം, സമൂഹ മാധ്യമങ്ങളുടെ ഒരു വികാരം, അതിനെയൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു നീതിന്യായ സംവിധാനങ്ങൾക്കും കഴിയില്ല. അതാണ് ഇന്നലെ നമ്മൾ കോടതിയിൽ കണ്ട ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിനപ്പുറം ശക്തമായ വാദമുഖങ്ങളാണ് ഇന്നലെ ഹൈക്കോടതിയിൽ കണ്ടത്. ദീർഘനേരം കോടതിയെല്ലാം നിശബ്ദതയോടെ കേട്ടുനിന്നു. അവിടെയാണ് നമ്മൾ ആ ഒരു വ്യത്യാസം കാണേണ്ടത്. ഹർജിയുമായി ചെല്ലുന്ന മഞ്ജുഷയോട് ഒരുപടി സംശയങ്ങൾ ഉന്നയിക്കുന്ന കോടതി ഇന്നലെ ഈ അതിഗംഭീരമായ വാദമുഖങ്ങളുടെ മുന്നിൽ ധരിച്ചു നിൽക്കുകയായത്. കാരണം കോടതിക്കും ബോധ്യപ്പെടുന്ന തരത്തിലാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയത്.
ഇത്രയും കാര്യങ്ങളിൽ, അതായത് നവീൻ ബാബു മരിക്കുന്നത് തൊട്ടുള്ള, അതിനു മുൻപുള്ള, അതായത് ആ യോഗം നടത്തി അദ്ദേഹത്തെ അപമാനിക്കുന്നത് തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ രീതിയിൽ അട്ടിമറികൾ നടത്തിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരു തവണ കൂടി വിട്ടുകൊടുക്കാതിരിക്കാൻ, അത് ദഹിപ്പിക്കുന്നതിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചെടുത്ത ഈ സംഘത്തിന്, ഇതിന് പിന്നിലുള്ള ഈ മാഫിയ സംഘത്തിന് ഇനിയും അട്ടിമറികൾ, CBI വന്നാലും അട്ടിമറികൾ നടത്താൻ അവർ ശ്രമിക്കില്ലേ? അതൊക്കെ തീർച്ചയായിട്ടും. കാരണം ഇതൊരു വലിയ സംവിധാനമാണ്. കേരളത്തിന് തൂണിലും തുരുമ്പിലും എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഒരു അദൃശ്യ ശക്തിയാണ്. അദൃശ്യ ശക്തിയോടാണ് മഞ്ജുഷ പോരാടുന്നത്. അവർക്ക് വ്യക്തമായി അവരുടെ ശത്രുവിനെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഒപ്പം നിൽക്കുന്നത് പലതും ശത്രുക്കളായിരിക്കാം. ഇപ്പോൾ കണ്ണൂരിലെ ശത്രുവിന്റെ ശക്തി ഒരിക്കലും കുറച്ചു കാണാൻ കഴിയില്ല. PP ദിവ്യ എന്നൊക്കെ പറയുന്നത് വെറുമൊരു ബിംബം മാത്രമാണ്, മുന്നിൽ നിർത്തിയിരിക്കുന്ന ഒരു ബിംബം. അതിന്റെ പിന്നിൽ ഒരുപാട് ബിനാമി ബിംബങ്ങളുണ്ട്, ഒരുപാട് മാഫിയ ബിംബങ്ങളുണ്ട്. നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്, ഇത്തരം കൊല നടത്താൻ വൈദഗ്ധ്യം പരിശീലനം ലഭിച്ച മറ്റ് സംഘങ്ങളുണ്ട്. ഇതൊരു അടയാളമാണ് കേരളത്തിൽ. ഇത് മാഫിയാവൽക്കരണത്തിന്റെ, ഒരു പാർട്ടി ക്രൂരതയുടെ ഒരു കൃത്യമായ അടയാളമാണ്. ഈ അടയാളം കൃത്യമായി ഈ കാലഘട്ടം വേർതിരിച്ചെടുത്തില്ല എങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ വലിയ പ്രഹരം ഈ സമൂഹത്തിന് ഏൽക്കും. ഒരുപാട് നിരപരാധികളുടെ ജീവൻ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇതൊരു പോരാട്ടമായി കണ്ട് ജനങ്ങളും മഞ്ജുഷയും ഒക്കെ ഉറച്ച ശബ്ദത്തിൽ, ഉറച്ച കരുത്തിൽ ഹൈക്കോടതിയിൽ മാത്രമല്ല സമൂഹ മനസ്സാക്ഷിയുടെ മുന്നിലും കരുത്തോടെ നിൽക്കണം. കാരണം ഇതിന്റെ അറ്റം കണ്ട് പിന്മാറാവൂ. മറ്റൊരു കാര്യം കൂടി അവസാനമായി ചോദിക്കാനുള്ളത്, ഇപ്പോഴും പോലീസ് അന്വേഷിക്കുന്ന കേസിൽ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് PP ദിവ്യ ഇപ്പോഴും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. CBI വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും ഇനി PP ദിവ്യയെ കാത്തിരിക്കുന്നത്? PP ദിവ്യയ്ക്ക് പിന്നിലുള്ള ആ അദൃശ്യ മാഫിയ, അവരെ തേടിയുള്ള യാത്രയായിരിക്കും CBI നടത്തുക. PP ദിവ്യ തന്നെ ആകും മുഖ്യപ്രതിയായി വരിക. കാരണം PP ദിവ്യയുടെ ഷെയ്ഡിലാണ് എല്ലാം അരങ്ങേറിയിരിക്കുന്നത്. അവരായിരുന്നു ഇതിന്റെ എല്ലാം മുഖം. സ്കെച്ച് തയ്യാറാക്കിയപ്പോൾ അധിക്ഷേപിക്കുന്ന പ്രസംഗവും ആത്മഹത്യയും എന്ന ആ തിരക്കഥ അത് നടപ്പിലാക്കിയത് PP ദിവ്യയുടെ സഹായത്തോടെയാണ്. അതിന് കളക്ടറൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്ത ചില കഥാപാത്രങ്ങൾ. എന്നാൽ അതിലപ്പുറം ആ കളക്ടറേറ്റിൽ ചിലപ്പോൾ ഇതിനേക്കാൾ ഭയാനകമായ ക്രൂരത ഒളിച്ചിരിപ്പുണ്ടാകാം. ആ ക്വാർട്ടേഴ്സിലേക്ക് നവീൻ ബാബുവിന്റെ യാത്രയിൽ ഒളിച്ചിരിക്കുന്ന കൊലപാതകികൾ ഉണ്ടാകാം. അവരെയൊക്കെ നിയമത്തിന്റെ പുറം വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് കേരള സമൂഹത്തിൽ ചെലുത്തുന്ന ഒരു ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. അത് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും, കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും. എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ ഒരു പോരാട്ടമാണ്. ഇത് മഞ്ജുഷയുടെ മാത്രം ഒരു പോരാട്ടമല്ല, കേരളത്തിന്റെ ഒന്നിച്ചുള്ള ഒരു പോരാട്ടമാണ്. അതായത് ഭരണകൂടവും ഒരു പാർട്ടിയും പോലീസ് സംവിധാനങ്ങളും എല്ലാം ചേർന്ന് ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് അത് ആത്മഹത്യയാണ് എന്ന് ചിത്രീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ മൊത്തത്തിൽ ചവിട്ടി മെതിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിനൊക്കെ എതിരെയാണ് ഈ പോരാട്ടം നടക്കുന്നത്. നമുക്ക് ഹൈക്കോടതിയിൽ മഞ്ജുഷയിലൂടെ കേട്ടത് നവീൻ ബാബുവിന്റെ ശബ്ദം തന്നെയാണ്, ആ ഉറച്ച ശബ്ദം കേൾക്കാതിരിക്കാൻ ഇനിയും കോടതിക്ക് കഴിയില്ല. കാരണം അത്രത്തോളം തെളിവുകൾ അവരെ കൊണ്ടാകുന്നതിനും അപ്പുറം അവർ ചെയ്തു കഴിഞ്ഞു. ഇനി കോടതിയുടെ തീരുമാനമാണ്. ഉറപ്പായും ഒരു CBI അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയായിരിക്കട്ടെ സംഭവിക്കുന്നത്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. കാത്തിരിക്കാം.